ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിരിക്കുന്നത് ബ്രിട്ടീഷ് മോട്ടോർ മ്യൂസിയത്തിലാണ്, യു കെയിലുള്ള. സോ ഇവിടെ ഇന്നൊരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുന്നുണ്ട്. ജാഗ്വർ ബ്രേക്ക്ഫാസ്റ്റ് ഇവൻ്റ് എന്നാണ്. ജാഗ്വേഴ്സിൻ്റെ പഴയ വണ്ടി മുതൽ പുതിയ വണ്ടി വരെ ഇവിടെ ഇപ്പം ഡിസ്പ്ലേയിലുണ്ട്. നിങ്ങൾ ഈ ബാക്ക് കാണുന്നുണ്ടോ, ഇതെല്ലാം ജാഗ്വേഴ്സാണ്. കൂടാതെ നമ്മൾ ഈ ഒരു മ്യൂസിയം വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഏകദേശം ഇതാണ് മ്യൂസിയം. ഏകദേശം ഒരു 400 പരം കാറുകൾ ഇതിൻ്റെ അകത്തുണ്ട്. ഹെറിറ്റേജ് വണ്ടികളും പുതിയ വണ്ടികളും എല്ലാം ഉണ്ട്, ഒരു മിക്സഡ് ആണ്. സോ നമുക്ക് ആദ്യം ഈ ഒരു ജാഗ്വറിൻ്റെ ഇവൻ്റ് ഒന്ന് കാണാം. സോ ഇതൊക്കെ കണ്ടോ, പഴയ ജാഗ്വർ വണ്ടിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞില്ല വണ്ടീനെ പറ്റി. അലോയ്സൊക്കെ നല്ല പുതിയൊരു അലോയ്സൊക്കെ ഇട്ട് ഒരു നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല ക്ലീനാണെന്ന് പറയാം. ഇതുപോലെ ഇവിടെ ഫുൾ ജാഗ്വേഴ്സിൻ്റെ കാർസാണ്, ജാഗ്വേഴ്സിൻ്റെ ഓണേഴ്സിൻ്റെ ഒരു ഇവൻ്റാണ്. ഇത് വേറൊരു ജാഗ്വറിൻ്റെ എക്സ് ജെയുടെ പഴയ വണ്ടി. നമ്മളെല്ലാവരും പുതിയ എക്സ് ജെ കണ്ടിട്ടുള്ളൂ, ഇത് പഴയ എക്സ് ജെ ആണ്. അതിൽ തന്നെ ഇവിടെ വേറൊരു ജാഗ്വറുണ്ട്. കവിൻ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോ നിഖിൽ അവിടെ ഫോട്ടോ എടുക്കുകയാണ് ഗൈസ്. ഇത് ജാഗ്വറിൻ്റെ പുതിയ വണ്ടിയാണ്, ഇതൊക്കെ പുതിയ മോഡലാണ്. ഫുള്ളാ കിടക്കുന്ന എല്ലാം ജാഗ്വേഴ്സാണ് ഗൈസ്, ഫുൾ ജാഗ്വർ കാർസാണ്. ചില മോഡലൊന്നും എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. XF ഒക്കെ അറിയാം, പക്ഷേ ഇതൊക്കെ പഴയതായതുകൊണ്ട് അത്ര പിടിയില്ല ഇതൊക്കെ ഏതാ വണ്ടിയെന്ന്. ഇതൊക്കെ കണ്ടോ, ഇത് ഒരു രക്ഷയില്ല, ക്ലാസിക് ഹെറിറ്റേജ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് തൊട്ടിപ്പുറത്ത് പോകും പുതിയ ജാഗ്വർ കാണാം. ഇതേതാ മോഡൽ എന്ന് നോക്കട്ടെ. ഇത് F ടൈപ്പാണ്. അപ്പുറത്തെ സൈഡിലാണ് കൂടുതലും പഴയ വണ്ടികൾ കിടക്കുന്നത്. നമുക്ക് ഇത് പഴയ വണ്ടികൾ കാണാം, അത് എന്തായാലും റയർ സാധനമല്ലേ. ഓ, ഇതിൻ്റെയൊക്കെ റിംസ് കണ്ടോ ഗൈസ്, നല്ല കിട്ടില്ല റിംസും എല്ലാം ഇട്ടിട്ടുണ്ട് അവർ. എല്ലാ വണ്ടിയും നല്ല കണ്ടീഷനാണ്. ഈ മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ മ്യൂസിയത്തിൽ നമുക്ക് വണ്ടികൾ അഡോപ്റ്റ് ചെയ്യും. അഡോപ്റ്റ് മീൻസ് നമുക്ക് കൊണ്ടുപോകാമെന്നല്ല, ഇവിടെയുള്ള വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു എമൗണ്ട്, നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് നമുക്കിവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഒരു ചാർട്ടിൽ നമ്മുടെ പേരും കാണും, അതായത് അഡോപ്ഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ നെയിംസ്. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് ജാഗ്വർ XJS V12 അതാണ് ഇതിൻ്റെ പേര്. എല്ലാ അപ്പാപ്പന്മാരാണ് ഈ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അവരൊക്കെ കാറിനോട് ഭയങ്കര ക്രേസുള്ളവരാണ്. ഇതും F ടൈപ്പാണ്. ഇത് റീമാപ്പ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. കുറേ ഡീറ്റെയിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റീമാപ്ഡ് വണ്ടിയാണ്.
സൈഡ് ഏരിയ ഒക്കെ കണ്ടോ, വണ്ടി കവർ ചെയ്തിടുന്നത് ഇങ്ങനെയാണ്. ഒരു യുണീക്ക് മോഡലാണെന്ന് തന്നെ പറയാം. ഇത് ജാഗ്വാറിൻ്റെ 3.4 MK2, അതും ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ ആ സ്റ്റിയറിംഗ് വീല് കണ്ടോ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്തോ, രക്ഷയില്ല. ആ സൈഡിൽ കൂടുതലും പുതിയ വണ്ടികളാണ്, XJ, XF, F ടൈപ്പ് അങ്ങനെയുള്ള വണ്ടികളാണ് ആ സൈഡ് ഫുൾ കിടക്കുന്നത്. പിന്നെ ഇവിടെ ജാഗ്വാറിന് തന്നെ ഗുഡീസ് സെല്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു ക്ലബിൻ്റെ ഗുഡീസാണ്, ടീഷർട്ടും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. ഗൈസ് ഇവിടെ ഫുൾ ജാഗ്വാർസാണ്, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ജാഗ്വാറെ കൊണ്ട് നിറഞ്ഞു കിടക്കുക, പഴയ വണ്ടികളും പുതിയ വണ്ടികളും അങ്ങനെ ഇട്ട്. നമുക്ക് ആ ഒരു മ്യൂസിയത്താണ് കയറേണ്ടത്, അതുവഴിയാണ് കയറേണ്ടത്. നമ്മളിപ്പോൾ ഈ പുറത്തെ വണ്ടികൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരിക്കും അകത്തോട്ട് കയറുന്നത്. ഞാനിപ്പോൾ വീഡിയോസ് അത്യാവശ്യം എടുത്തിട്ടുണ്ട്, നമുക്കിനി കുറച്ച് ഫോട്ടോസും കൂടെ എടുത്തേക്കാം, എന്നിട്ട് നമുക്ക് അകത്തോട്ട് പോകാം. ഗൈസ് ഇവിടെ ഇപ്പം ഭയങ്കര വെയിലാണ്, പക്ഷേ ഒരു കാര്യമില്ല, നല്ല തണുപ്പാണ്. ഈ ജാക്കറ്റ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. നല്ല വെയിലും ഉണ്ട്, നല്ല ടെമ്പറേച്ചർ ആണെങ്കിൽ 1 or 0 എന്തോ ആണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. ആ ഒരു ടൈമാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ജാഗ്വാറിൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത് തന്നെ എല്ലാ വണ്ടികളാണ്. സോ നമ്മുടെ നാട്ടിൽ റൈഡേഴ്സൊക്കെ നടത്തുന്ന പോലെ ഒരു സ്പെഷ്യൽ ഡേ, അവരുടെ ഒരു ജാഗ്വാർ ഗ്രൂപ്പിൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ് ഈ കാണുന്നത്. സോ എല്ലാ വണ്ടികളും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വണ്ടികൾ മാനേജ് ചെയ്യുന്നത്. അവർക്ക് വണ്ടികളോടുള്ള ആ ഒരു ക്രൈസും ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇവൻറ്റ് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടും ഭയങ്കര നീറ്റായിട്ടൊക്കെയാണ് വണ്ടികൾ കൊണ്ട് കിടക്കുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇതുപോലെ കുറച്ച് കാർ ഗ്രൂപ്പ്സോ എന്തെങ്കിലും വരണം. ബൈക്കിംഗ് ഗ്രൂപ്പുണ്ട്, സൂപ്പർ ബൈക്കിംഗ് ഗ്രൂപ്പും നോർമൽ ബൈക്കേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. കാറിൻ്റെ കുറച്ച് ഗ്രൂപ്പുകളും കൂടെ എന്തായാലും നമ്മുടെ നാട്ടിലും വരണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇവിടെ ജാഗ്വാർ F ടൈപ്പിൻ്റെ ബോണറ്റ് വരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, എൻജിൻ കാണാം. ബോണറ്റ് തുറക്കുന്നുണ്ടോ? ഓപ്പോസിറ്റ് സൈഡാണ്. ഇത്രയും നല്ല കിടില വണ്ടികൾ ഉണ്ടാക്കുന്ന കമ്പനീനെയാണ് ആൾക്കാർ ജസ്റ്റ് ഒരു ലോഗോയുടെ പേരിൽ കളിയാക്കിയത്. നമുക്ക് നിങ്ങൾ ആലോചിച്ചോണം, ഒരു നല്ലൊരു കിടില സാധനമായിട്ട് എന്തായാലും ഇവിടെ മരുന്ന്. ഒരു വണ്ടിയുടെ ഫുൾ എക്സ്പ്ലനേഷൻസ് തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഹൈഡ്രോളിക്കാണ്. ഇത് ജാഗ്വാറിൻ്റെ ടീം സ്കൈ എന്ന് പറയുന്ന ഒരു ടീമിൻ്റെ വണ്ടിയാണ്. UK to ഫ്രാൻസ് അവർ റോഡ് ട്രിപ്പ് ചെയ്യുന്നൊരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവർ സൈക്കിൾ റാക്ക് ഓൺ ടോപ്പ് അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡീറ്റെയിൽ. ടു ദി ഫ്രാൻസ്. സോ മെയിൻലി റോഡ് ട്രിപ്പ് ചെയ്യുന്നൊരു വണ്ടി ടീം സ്കൈ. ആ കാണുന്നത് ജാഗ്വാറിൻ്റെ തന്നെ കളക്ഷൻ സെൻ്ററാണ്. ഇവിടെ ഇഷ്ടം പോലെ വേരിയൻസ് ഉണ്ട്. ഇവിടെ ഈ കളക്ഷൻ സെൻറ്ററിന് അകത്ത് നമുക്ക് കയറാം. അതിന് മുമ്പ് നമുക്കവിടെ മ്യൂസിയം എൻട്രൻസിൻ്റെ അവിടെ പോയി സ്റ്റിക്കർ മേടിക്കണം. സോ ഇത് പുറത്തിറങ്ങിയപ്പോൾ കണ്ടതാണ് ജാഗ്വാറിൻ്റെ ഒരു റാലി കാറാണ്. ഈ ഇൻറ്റീരിയറൊക്കെ കണ്ടോ? ഒരു പ്രോപ്പർ റാലി കാറാണ്. ഐപേസാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് ആണെന്ന് തോന്നുന്നു വണ്ടി. ഈ ട്രോഫി അവർ യൂസ് ചെയ്യാറില്ലെന്ന് തോന്നുന്നു വണ്ടി. ഉണ്ടോ? ഡിസ്പ്ലേക്ക് ഇട്ടേക്കുന്നതാണ് റേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്.